കഷ്ടതയിലൂടെയാണോ കടന്നു പോകുന്നത്? കഷ്ടത നിങ്ങളെ വിട്ട് മാറുന്നില്ലയോ? പിശാച് നിങ്ങളെ ചുറ്റി 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 പലവിധമായ കഷ്ടതയിലൂടെ കൊണ്ടുപോവുകയാണോ? നിങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അങ്ങനെ മാറി 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 നിങ്ങളുടെ ജീവിതം കഷ്ടത കൊണ്ട് നിറഞ്ഞ് ഇതിൽ നിന്ന് ഒരിക്കലും കയറുവാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് മന്ത്രിക്കുന്നതായ ആ പിശാചിനെ നോക്കി വിളിച്ചുകൊണ്ട് ഞാൻ വിളിക്കുന്ന ദൈവം വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ്. അവൻ കഷ്ടതയിൽ എൻ്റെ കരം പിടിച്ച് എന്നെ ഉയർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കഷ്ടത്തിൽ ദൈവത്തോട് നാം നിലവിളിക്കുക. നാം വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. ആ കർത്താവ് നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. പിശാച് എത്ര തന്നെ തന്ത്രങ്ങൾ മെനഞ്ഞ് നിങ്ങളെ ചതിക്കുവാൻ, നിങ്ങളെ നശിപ്പിക്കുവാൻ, നിങ്ങളെ തകർക്കുവാൻ നോക്കി വല വിരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴും ആ വലയുടെ ആ കെട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുവാൻ ശക്തനായ കർത്താവ് നമ്മെ ബലപ്പെടുത്തി പുറത്തു കൊണ്ടുവരും എന്നുള്ള ആ ഉറപ്പും വിശ്വാസവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആ ഫെയ്ത്താണ് നമ്മുടെ ആവശ്യം. യേശുവിലുള്ള ആ ട്രസ്റ്റാണ് നമുക്ക് ആവശ്യം. കർത്താവിലുള്ള ഫെയ്ത്ത് നമ്മെ വിട്ട് മാറിപ്പോകരുത് ഒരിക്കലും. അങ്ങനെ മാറാതെ ഇരിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മെ വിടുവിക്കും, കർത്താവ് നമ്മെ രക്ഷിക്കും, കർത്താവ് നമ്മെ സഹായിക്കും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ അത് ഉണ്ടെങ്കിൽ, നിശ്ചയമായും കർത്താവ് നിങ്ങളെ കരം പിടിച്ച് വഴി നടത്തുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും. പിശാച് അത് നോക്കി പല്ല് കടിച്ച് ഉരുവുവാൻ ഇടയായിത്തീരും. പിശാചിനെ ജയിക്കുവാൻ നമുക്ക് ഒറ്റയ്ക്ക് സാധിക്കുകയില്ല, അത് നമുക്ക് അസാധ്യമാണ്. എന്നാൽ ദൈവത്താൽ സകലതും സാധിക്കും എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നാം ആശ്രയിക്കുന്നത് കർത്താവിനെ ആണെങ്കിൽ, നാം കർത്താവിനോട് നമ്മെ വിടുവിക്കുവാൻ, നമ്മെ ഈ കഷ്ടതയിൽ നിന്ന്, ഈ പിശാചിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായിട്ട് നാം കർത്താവിനോട് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് നമ്മെ മനസ്സിലാക്കുന്ന, നമ്മോട് സംസാരിക്കുന്ന, നമ്മുടെ പിതാവായി, നമ്മുടെ നല്ലൊരു സുഹൃത്തായി, നല്ലൊരു സഹോദരനായി ഒക്കെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന ആ കർത്താവ് നമ്മെ കരം പിടിച്ച് ആ കഷ്ടതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. നാം കർത്താവിനോട് നിലവിളിച്ചാൽ കർത്താവ് നമ്മുടെ നിലവിളി കേട്ട് നമുക്ക് ഉത്തരം നൽകുന്നവനാണ്. നമ്മുടെ കർത്താവിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാനാവുകയുള്ളൂ. മാനുഷിക കരങ്ങൾക്കൊന്നും നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അവർക്കെല്ലാം പരിമിതികളുണ്ട്. ഏത് മാനുഷിക കരത്തിനും പരിമിതിയുണ്ട്. അവർക്ക് മാനുഷികമായി സഹായിക്കുന്നതിനെല്ലാം പരിമിതിയുണ്ട്, അവർക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിലെല്ലാം പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാത്ത, അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ വിഷയത്തിന്മേൽ ഇറങ്ങി വന്നാൽ, നമ്മുടെ നിലവിളി കർത്താവിൻ്റെ സന്നിധിയിൽ എത്തപ്പെട്ടാൽ, തീർച്ചയായും കർത്താവ് നമ്മെ അവിടുന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് എല്ലാവരുടെ മുമ്പിൽ, എല്ലാവരും ചിന്തിക്കും നിങ്ങളിപ്പോൾ തകർന്നു പോകും, ഈ കഷ്ടതയിൽ നിന്ന് ഒരിക്കലും പുറത്ത് വരുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് ചിന്തിച്ച് എല്ലാവരും വിധി എഴുതി വച്ചിരിക്കുമ്പോൾ ആ വിധികളെല്ലാം തകർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്നത് നമുക്ക് തന്നെ കണ്ട് ആശ്ചര്യമാകുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ പൊന്നുകരം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. നമുക്ക് കഷ്ടത ഒരു നിസ്സാരം പോലെ തോന്നും. പിശാച് പല കഷ്ടങ്ങൾ കൊണ്ടിട്ടാലും, എന്തൊക്കെ കഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ടാലും അത് നമ്മുടെ മനസ്സിനെ തകർക്കാതെ, നമ്മുടെ ശരീരത്തെ തകർക്കാതെ നമുക്ക് ബലം യേശു കർത്താവിനാൽ പ്രാപിക്കുവാൻ സാധിക്കും. നമ്മുടെ കർത്താവ് നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ കർത്താവ് കഷ്ടതയിലും കൂടെ ഇരുന്ന് വഴി നടത്തുന്നവനാണ്.
എന്ന് നാം ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മെ വഴി നടത്തുന്നത്, നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്നത് നമുക്ക് രുചിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് അനുഭവിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല ദൈവമക്കളെ.